എങ്ങനെയുണ്ട് ഇന്ദ്രിയത്തിൻ്റെ പെർഫോമൻസ്? കുറേ സിനിമകൾക്ക് ശേഷം ഇന്ദ്രിയത്ത് നല്ലപോലെ കേട്ടപ്പോൾ തോന്നി. അതിനകത്ത് ഭയങ്കര ഇമോഷൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടത് സത്യമാണോ? സെൻറ്റി അടിക്കുന്ന സീനൊക്കെ ഉണ്ടോ? ജെനുവൻ ആയിട്ടുള്ള കമൻറ്റാണ്. ക്ലൈമാക്സ് ഭയങ്കര രസമാണ്. ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്റ്റോൺസ് എല്ലാവർക്കും ഉണ്ട്. ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ജിത്തൻ സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ മൈൻഡ് ബ്ലോയിങ്, നല്ല അഭിനയവും എല്ലാം. നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു നമുക്ക് മനസ്സിലാവത്തില്ല. ക്ലൈമാക്സ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ല. സ്ക്രിപ്റ്റിംഗ് നല്ല രസമുണ്ട്. നമ്മൾ വിചാരിക്കും ഓ ഇത് തീർന്നല്ലോ, കണ്ടുപിടിച്ചല്ലോ. അങ്ങനെയല്ല, പിന്നെയും ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ചെയ്യുന്നതിനേക്കാളും ഉണ്ട്. ഫാമിലി വൈസ് വരാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും നമ്മളെ ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരിക്കുന്ന കൈൻഡ് ഓഫ് മൂവി തന്നെയാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോഴും നടക്കുന്ന സമകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോമ ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ട്രോമകളൊക്കെ അതൊക്കെ അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. ഫാമിലി എൻ്റർടൈനർ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് ലാഗ് ആവാതെ കാണാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങളെല്ലാവരും പോയിട്ട് സിനിമ കാണണം. തീരം സൂപ്പറായിട്ട് തന്നെയാണ്. അതിൽ ഇന്ദ്രേറ്റിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് അതിൽ എല്ലാ രംഗങ്ങളിലും ഇന്ദ്രേറ്റിൽ തകർത്ത് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഒരിക്കലും പിടിക്കാൻ സാധിക്കില്ല. ആ ഒരു ലാസ്റ്റ് വരുന്നൊരു മൊമെന്റ് അത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. തിങ്ക് ചെയ്യും നമ്മൾ കണ്ട് അവസാനമാകുമ്പോൾ ഒരു ടെസ്റ്റ് ഭയങ്കര പ്രത്യേകത തന്നെയാണ്. എല്ലാവരും ധീരം സിനിമ കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. താങ്ക് യു. അച്ഛൻ എനിക്ക് തോന്നുന്നു ഒരു 15-20 വർഷമായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് ഓരോ പടങ്ങളിലും ആക്ട് ചെയ്യാനും. പുള്ളിക്കാരൻ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഇല്ല. എനിക്ക് തോന്നുന്നു 100-ൽ പരം ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല അതായത് സിനിമയിലേക്ക് വരാൻ വേണ്ടി ചെയ്ത് കൂട്ടിയത് പറയല്ല. തൊപ്പിയുടെ കൂടെ വരെ പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എത്ര റോള് എനിക്ക് തോന്നുന്നു ഓരോ സ്ട്രീമിങ്ങിലും ഓരോ വേഷങ്ങൾ ചെയ്ത ഒരാളാണ് അച്ഛൻ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് നാളെ ഒരു ദിവസം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിന് ടെൻഷൻ എടുക്കുന്നത് അവിടെ നിന്നൊക്കെ എന്തായാലും ഈ സന്തോഷ നിമിഷം പങ്കിടാനായിട്ട് ഇങ്ങനെ ഉള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നതാണ്. ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, എന്നോട് ദേഷ്യമുള്ളവരുണ്ടാകാം, എന്നെ തകർച്ച് കാത്തു നിൽക്കുന്നവരുണ്ടാകും. അവരെല്ലാവരോടും സ്നേഹം മാത്രം. എന്തായാലും ഞാൻ എൻ്റെ അമ്മയോട് എനിക്ക് ഒത്തിരി സന്തോഷം, സ്നേഹം. അമ്മ ഇത് സ്വർഗത്തിൽ ഇത് കാണുന്നുണ്ടാവും. അമ്മയുടെ മകൻ നമ്മുടെ മോൻ പൊളിച്ചു. അത്രേ ഉള്ളൂ. സന്തോഷം, അതിനപ്പുറം സങ്കടമുണ്ട്. എല്ലാവർക്കും നന്ദി. സന്തോഷം. ധീരം പൊളിച്ചു. ധീരം സൂപ്പർ പടം. ജിതിൻ സുരേഷിയുടെ മേക്കിംഗ് ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണണം. പുള്ളി വേറെ ലെവലാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, നമുക്ക് ഹായ് മോനെ. സൂപ്പറായിട്ടുണ്ടോ? ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു. ആ ഫീലിനെ നമുക്ക് കരയിപ്പിച്ചു ഞങ്ങളെ. മോനെ ഇല്ല അഭിനയിച്ചിട്ടില്ലേ? ഇവൻ കിടിലാണ്. ഞാൻ പറയാൻ പറ്റും നമ്മുടെ സിനിമയിലെ ഏറ്റവും മെയിൻ ഒരു ക്യാരക്ടർ ചെയ്ത പയ്യനാണ്. അപ്പോൾ ഇവൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ ഒരിക്കലും അല്ല എങ്കിലും കണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് മൂവിയാണെന്ന രീതിയിലാണ് ഇവൻ പെർഫോം ചെയ്തത്. ഗംഭീര പെർഫോമറാണ്. ഭാവിയിൽ വാങ്ങാനാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇവിടുത്തെ സജൽ, ഇവരൊക്കെ ആദ്യത്തെ മൂവിയാണ് ആക്ച്വലി. കാരണം നിവേദ്, മഹേഷ് കൊടുത്തു. മഹേഷ് ഒരു പയ്യനുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്ത അവനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു. പക്ഷെ അവൻ ഞങ്ങളെ കൂടെ ഇവരാണ് ആക്ച്വലി ഇവരാണ് അക്കൂരമ്മ. എല്ലാവരും അവൻ്റെ പേര് ഒരു പേരെന്താ?
ജീവിതത്തിൽ പാവങ്ങളാണ് പോലും നോക്കിയാൽ താല്പര്യമാണ്. നിങ്ങളൊക്കെ കൂടി കൊച്ചിനെ പിടിച്ച് ലൈഫിൽ ഇവനാണ് ക്രൂരൻ.